Good morning and good evening. How are you everybody? നമ്മളെല്ലാവരും ആ പുതിയ വർഷത്തിലേക്ക് കാൽ വയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ, ഈ ചിന്തകളെല്ലാം നന്നായി നമ്മുടെ കർത്താവ് അറിയുന്നു. God knows your thoughts. നമ്മുടെ ചിന്തകൾ കർത്താവിന് അറിയാം. ഒരിക്കൽ ഞാൻ മെലേക്ക് പ്രയർ ടവറിൽ ഇരിക്കുന്ന സന്ദർഭം, അവിടെ ഒരു പണി നടക്കുന്നു. ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാവിലെ ഞാൻ പ്രയർ ടവറിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ഇന്ന് വൈകിട്ട് എങ്ങനെയാ കൂലി കൊടുക്കുന്നത്, നാളെ എങ്ങനെയാ കൂലി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നതാണ്, നാളെ ഞാൻ പോവുകയാണ്, ഇന്ന് എനിക്ക് പാസ്റ്ററെ കാണണം. ഞാൻ പറഞ്ഞു ശരി, ഞാനിവിടെ കൊണ്ട് വരാൻ പറഞ്ഞു. വന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നല്ലോ, എനിക്ക് ഒന്ന് സോ ചെയ്യണം, എനിക്കൊന്ന് വിതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം 1,00,000 രൂപയുടെ ഒരു ചെക്ക് എനിക്ക് എഴുതി തന്നു. അന്ന് വൈകിട്ട് പണി കഴിഞ്ഞ് കയറുമ്പോൾ പണിക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ ചിന്തിക്കുന്ന ചിന്ത, നാളെ കൊടുക്കാൻ പൈസ ഇല്ല. എൻ്റെ ചിന്ത പോലും കർത്താവ് അറിയുന്നുണ്ട്. ആരോടും പറഞ്ഞില്ല എൻ്റെ മനസ്സിലെ ചിന്ത. 139 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നാം നാവുകൊണ്ട് പറയുന്ന വാക്ക് ആരും അറിഞ്ഞില്ലെങ്കിലും, ചിലപ്പോൾ കേൾക്കുന്നവർ മാത്രമേ അതറിയുന്നുള്ളെങ്കിലും, നമ്മൾ എന്തു പറയാൻ പോകുന്നു, എന്തു നടക്കാൻ പോകുന്നു എന്നുള്ള ചിന്തകൾ ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലിരിക്കുന്ന തോട്ട്സ്, ചിന്തകൾ പോലും കർത്താവിനറിയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നു. ഈ 1-ാം വാക്യത്തിൽ പറയുന്നു അവൻ അറിയുന്ന ദൈവം. അവിടെ തന്നെ പറയുന്നു അവൻ ഗ്രഹിക്കുന്ന ദൈവം. 3-ാമത് പറയുന്നു അവൻ ശോധന ചെയ്യുന്ന ദൈവം. 4-ാമത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ മനസ്സലിയുന്ന ദൈവം. ആ ഒറ്റ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ തൻ്റെ ചിന്തകൾ ആത്മാവിൽ പറയുകയാണ്. ഓ, എന്നെ ദൈവം അറിയുന്നു, ഗ്രഹിക്കുന്നു, ശോധന ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അറിയുന്നു, ഗ്രഹിക്കുന്നു, അത് ശോധന ചെയ്യുന്നു. ആ ചിന്തകളിൽ മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. ദാവീദ് തോൽവിയിലും ജയത്തിലും ദൈവമുമ്പാകെ തൻ്റെ ഹൃദയം തുറന്ന് സമ്മതിക്കുമായിരുന്നു. നമ്മുടെ ചിന്തകൾ, ഈ പുതിയ വർഷത്തിലെ ചിന്തകൾ, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ചിന്തകൾ,
നമ്മുടെ ജീവിതത്തിലെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, തോട്ട്സ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ള തോട്ട്സ്, ചിന്തകൾ, ഇതെല്ലാം കർത്താവ് അറിയുന്നു. നിങ്ങളുടെ തോട്ട്സ് അറിയുന്ന ഒരു നല്ല കർത്താവ്. ഗോഡ് നോസ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ അറിയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ചിന്തകൾ അങ്ങ് അറിയുന്നു. ആരോ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ചിന്തകൾ അറിയുന്നു. നിങ്ങളെ എങ്ങനെ രക്ഷിക്കാം, വിടുവിക്കാം എന്നറിയുന്നു. കർത്താവേ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ഭയങ്കര വിടുതൽ, ഒരു വലിയ അനോയിന്റിങ് കർത്താവേ അങ്ങ് കൽപ്പിക്കണം. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ച് പിരിയാൻ പോകുന്നു, അതിൻ്റെ ചിന്തയിൽ വ്യാകുലപ്പെടുന്ന 3 പേര് ഈ ചാനൽ കാണുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത വഴികൾ തുറക്കപ്പെടുന്നു. കർത്താവിൻ്റെ കരം നീട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഐ ലവ് യു. നിങ്ങളുടെ ചിന്തകൾ അറിയുന്ന ദൈവം.